കല്യാണ വീട്ടിലെ മുളകച്ചാറ് നമ്മുടെ കൂടെ ഉള്ളത് പ്രോമിസ് കിച്ചണിലെ നജീബ്. നോക്കിയാലോ? അല്ല, മധുരത്തിൽ എരിവൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മുളകച്ചാറ്. പച്ചമുളക് കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക, ഉലുവ. ഇത് കീറൊന്നും വേണ്ട, ഞെട്ടി പൊട്ടിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയ പച്ചമുളക്. മുളക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, എരിവ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വാളൻപുളി പിഴിഞ്ഞതാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കല്ലുപ്പാണ്. ശർക്കര ഉരുക്കിയത് അരിച്ചു കൊടുത്ത് ചേർക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കച്ചറൊക്കെ ഒഴിവായി കിട്ടുമല്ലേ ശർക്കരയില? പച്ചക്കിടുമ്പോ അത് കട്ടക്കട്ടയും അതിലേക്ക് ഇടുമ്പോ പുറത്തു പോകില്ല. ഉരുക്കി വരുമ്പോ ശർക്കര ചണ്ടിക്ക് പുറത്തു പോകില്ല. കുറെയൊക്കെ കച്ചറ ഒഴിവായി കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ടൈറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ കോൺഫ്ലവർ അല്ലേ, അത് ഇവിടെ ടൈറ്റ് ആവും. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല, കാരണം അച്ചാറിന്റെ ടേസ്റ്റ് പോകും. ആ തീ കത്തി കുറുകി വരണം, അപ്പോൾ ടേസ്റ്റ്. ഇതുപോലെ ഇങ്ങനെ കുറുകിയിരിക്കണം. കുറച്ച് ടൈം എടുത്താലും ആ ടൈം എടുത്താൽ കുറുകി വരും, പെട്ടെന്ന് കുറുകും. പക്ഷെ നമ്മൾ കോൺഫ്ലോർ ചെയ്യും, കോൺഫ്ലോർ പെട്ടെന്ന് ഭയങ്കര തിക്കാവും. പക്ഷെ തിക്കാവുമ്പോൾ ടേസ്റ്റ് പോകും അച്ചാറിന്റെ. എളുപ്പപ്പണിയാണ്, പക്ഷെ അത് എളുപ്പപ്പണിയാലും അതിന്റെ ഒരു നാക്ക് കിട്ടില്ല. നാക്ക് കിട്ടി ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കുറുകി കിട്ടാനും വേണ്ടിയിട്ട്. മുളക് ശരിക്ക് ഈ ഒരു ശർക്കര പാനീയത്ത് കിടന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞു ഇറങ്ങുന്നുണ്ടല്ലേ. അപ്പൊ അതിന് അതിന്റെ എരിവ് സത്തൊക്കെ കറക്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ നല്ല ടേസ്റ്റ് കിട്ടും. പൊട്ടി പോവില്ല, അതിന് ഒതുങ്ങി കെടുക്കുള്ളൂ, പക്ഷെ അത് എരിവുണ്ടാവും. അത് പുഴുങ്ങണ പോലെ അതിൽ തന്നെ ഇങ്ങനെ അതിന്റെ സത്ത് മൊത്തമായിട്ട് ഇറങ്ങിയല്ലേ, അത് ഒതുങ്ങി കെടുക്കുന്നു. അച്ചാർ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി വന്നതിന് ശേഷം അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടെ കണ്ട ഒരു 10 കത്തിയോ 5 കത്തിച്ചാല് നല്ല കുറുകെ കിട്ടെ, ഒന്നുകൂടി കുറുകി കിട്ടല്ലേ. അപ്പൊ നീരൊക്കെ കുറഞ്ഞല്ല, അപ്പൊ മുളക് പൊന്തിയല്ല. ഇത്ര ഉള്ളു പണി. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യല്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ തിക്കാക്കിയിട്ടുണ്ട്. ഇനി തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടി ഇങ്ങനെ കത്തിച്ചാൽ തിക്കായി കിട്ടും. അപ്പൊ നമുക്കിത് മതി, ഈ ലൂസ് ഉണ്ടായിക്കോട്ടെ. കുറച്ചു നേരം ഇരിക്കുന്ന സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കല്യാണ വീട്ടിലെ മുളകച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.